വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ മോനെന്ന് വിളിച്ചോട്ടെ, എന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാൻ ആരുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആ സമയം കൊണ്ടായിട്ടുള്ളൂ. പുള്ളിക്കാരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ആദ്യമായിട്ട് പുള്ളി ആ ഒരു ടൈമിൽ എനിക്കൊരു കെയർ തന്നു. 14 വർഷമായിട്ട് ജീവിതത്തിൽ സംസാരിക്കാത്തവര് ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം മകളെ വിളിച്ചു എന്ന് പറയുന്നത് നമ്മളെ വിളിച്ചത്. അതായത് ഞങ്ങളുടെ കുടുംബം പീരീഡ്സിന് വന്ന സമയത്ത് അതുപോലെയായിരുന്നു. ഇതുവരെ പുള്ളിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി അതൊരു ഇത്രയും കാലം ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടില്ല. മലയാളം സ്പീക്കിംഗ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോലും സബ് ടൈറ്റിൽ വെച്ച് ഈ വീഡിയോസ് സ്കൂളുകളിൽ കാണിക്കുകയുണ്ട്. ഡെലിവറി ബോയ്സ് ചെയ്യുന്ന സമയത്ത് ഒരു പയ്യനെ ഇങ്ങനെ ചേസ് ചെയ്ത് പിടിച്ച് നിർത്തിയിട്ട് ഇവിടെ കണ്ണൊക്കെ നിറങ്ങി അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കും. സാധാരണ ആളുകൾക്ക് ഉപദേശം കേൾക്കാൻ വലിയ ഇഷ്ടമില്ല. വെറുതെ ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുത്ത അത് കാണുന്നതിലൂടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ എന്നുള്ളത് ആ കോൺസെപ്റ്റ് ആണ് നമ്മളെടുത്ത്. ഞാൻ കണ്ടതിൽ ഒരു കുറച്ചൊരു ദുഷ്ടത്തി അമ്മായിയമ്മയായിട്ടൊക്കെ ഒരു മരുമകൾ തന്നെ ഒരുപാട് കഷ്ടതകളൊക്കെ സഹിക്കുന്ന ഒരു ഭാര്യയായിട്ടാണ് അധികം കാണാറ്. ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ എന്താ സനി സ്വഭാവം ഇവിടെ ഉള്ളവരാണ് കരയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇതെന്റെ ഹസ്ബൻഡ് ആണെന്നുള്ളത്. കണ്ടങ്ങനെ തോന്നുന്നു. ഇപ്പൊ നിൽക്കുന്നതാണ് ബ്ലാക്കും. ഇതൊക്കെ കണ്ട ആരെങ്കിലും പെണ്ണ് തരുമോ? അപ്പൊ ഏറ്റവും കൂടുതൽ കഞ്ഞി വെക്കുന്നത് ഹലോ. ഇന്ന് ഞാനുള്ളത് വലിയ നല്ല കണ്ടന്റ് ഒക്കെ തരുന്ന വലിയ നല്ലൊരു ടീമിന്റെ കൂടെയാണ്. ഞങ്ങളെ SKJ ടോക്സിന്റെ കൂടെയാണ്. ഹലോ, വെൽക്കം. കം ഓൺ ബോയ്സ്. ഹലോ, ഹായ്. അത് വരണോ ഇവിടെ? നമുക്ക് ഓരോരുത്തരും പരിചയപ്പെടാം കേട്ടോ. അവിടെ നിന്ന് തുടങ്ങട്ടെ. സുജിത്ത്, ബാലചന്ദ്രൻ. ഹലോ. നിങ്ങള് ഇപ്പൊ ശരിക്കും നമ്മുടെ ഈ ഒരു SKJ ടോക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം വരുന്നത്? ബേസിക്കലി SK ടോക്സിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കോവിഡ് ടൈമിലാണ്. അപ്പോൾ എന്റെ കസിൻ വൈശാഖ്, നമ്മള് ചന്ദ്രജിത്തയുടെ സണ്ണാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇന്ന് ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ അപ്പൊ ബേസിക്കലി എന്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ്, ആ സ്പേസിലാണ് എനിക്ക് താല്പര്യം. അപ്പൊ ഞാൻ 23 ഏജ് തൊട്ട് ഇതിനെ പറ്റി വായിക്കുകയും ഇപ്പൊ സമൂഹത്തിന് എന്തെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന എന്തെങ്കിലും തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി പ്ലസ് കമ്പനി പോലെ ആ രീതിയിൽ ഒരു പരിപാടി തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരന് ഫിലിം മേക്കിംഗ് താല്പര്യം ഉണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് സ്പേസ്, ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഷോർട്ട് ഫിലിമിലൂടെ എങ്ങനെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം, അങ്ങനെയാണ് ഇതിലോട്ട് ഇറങ്ങിയത്. നൈസ്. അപ്പൊ സാധാരണ ഈ വ്ളോഗിംഗ് ഒക്കെയാണ് അധികം ചെയ്യുക, കാരണം ഷോർട്ട് ഫിലിമിനെ കുറച്ചുകൂടി എളുപ്പമാണ്. വെറുതെ ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ തന്നെ കാണിച്ചു കൊടുത്ത അത് കാണുന്നതിലൂടെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ എന്നുള്ളത് ആ കോൺസെപ്റ്റ് ആണ് നമ്മളെടുത്തത്. ഭാര്യ നിൽക്കുന്നുണ്ട്. ഭാര്യയോട് ചോദിക്കട്ടെ, പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാ? മൊബൈൽ ഫോണിലാണോ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെയാണോ? രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ തീരുമാനം എടുത്തപ്പം ലൈക്ക് ടുഗെദർ വി മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം മൊബൈൽ യൂസ് ചെയ്യാറില്ല. ആൻഡ് നമ്മളുടെ ക്വാളിറ്റി ടൈം ലൈക്ക് സപ്പോസ് മൺഡേ ആണെങ്കിൽ നമ്മൾ മൺഡേ പുറത്ത് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും വി മേക്ക് ഷുവർ ലൈക്ക് 90% നമ്മൾ യൂസ് ചെയ്യാറ്. ബട്ട് അത്യാവശ്യമായിട്ട് മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ സ്പെസിഫിക്കലി യൂസ് ചെയ്യുള്ളൂ. നൈസ്. ഇപ്പൊ ഇത് അച്ഛനും അമ്മയാണല്ലോ. ഈ ചേട്ടൻ ഇങ്ങനെ ഒരു ഇത് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞപ്പോ ആദ്യം എന്ത് തോന്നി? ഇല്ല, അതിൽ നിങ്ങളായിരിക്കും അഭിനയിക്കേണ്ടി വരാന്ന് ചിന്തിച്ചോ? ഇല്ല. ആന്റി നോക്കുകയാണെങ്കിലേ ഞാൻ കണ്ടതിൽ ഒരു കുറച്ചൊരു ദുഷ്ടത്തി അമ്മായിയമ്മയായിട്ടൊക്കെ റിയൽ ലൈഫിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു അമ്മയാണ്. ബെറ്റർ ആയിട്ട് നോക്കുന്ന ഒരു അമ്മയാണ്. അതൊരു ഒരു മരുമകൾ തന്നെ. അമ്മ ഇത് കഴിയുമ്പോ നാളെ വീട്ടിൽ അമ്മയ്ക്ക് അറിയാം ഇത്. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് അവരെങ്കിലും നോക്കട്ടെ. ഇപ്പൊ ഈ എന്തിനാണ് അവർ ഹിമാചലിൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ മോള് സേഫ് ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയാം. ഫുഡിന്റെ കാര്യത്തില് വെറൈറ്റീസും അവർക്ക് എല്ലാവർക്കും അറിയാം. എന്താ ചെയ്യാ? ഒരു മോനേ ഉള്ളൂ? മോളായി പോയി അല്ലേ? അല്ലെങ്കിൽ നമുക്കൊക്കെ നോക്കായിരുന്നു അല്ലെ? ഒരു മോനെ ഉള്ളതുകൊണ്ട് നമ്മൾ അത് വിട്ടു. അങ്ങനെ അധികം ഇരയാക്കപ്പെടുന്ന ഒരു വൈഫായിട്ട് തോന്നാറുണ്ട് പല കാരണങ്ങളാൽ.
നന്നാക്കിപ്പോ അവസാനം നന്നാക്കിപ്പിച്ചു പാവം ഒരുപാട് കഷ്ടതകളൊക്കെ സഹിക്കുന്ന ഒരു ഭാര്യയായിട്ടാണ് അധികം കാണാറ് അല്ലെ? ഇതിന്റെ ഉത്തരം എന്റെ അനിയത്തി പറയാറുണ്ട്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടറായിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്റെ വീട്ടിൽ ലൈക്ക് ഹസ്ബൻഡ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ എന്താ സനി സ്വഭാവം. അതെ, ഈ കാര്യം ചേച്ചിയല്ല. അല്ല, ഞാൻ കുറച്ചും കൂടി അവിടെയുള്ളവരാണ് കരയുന്നത്. കുറച്ചും കൂടി റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ കുറച്ചും കൂടി റിയാക്ട് ചെയ്യുന്ന ആളാണ്. എന്താ പറയാ, എനിക്ക് എന്റേതായ ഒപ്പീനിയൻ പറയുന്ന ആളാണ്. അങ്ങനത്തെ ഒരാളാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ഉള്ള മറ്റേ സഹനം, ക്ഷമ, എന്താ പറയാ, അതൊന്നും എനിക്കില്ല. ഇല്ലാന്നല്ല, ലൈക്ക് ഈ ടിപ്പിക്കൽ കുറച്ച് കഴിയുമ്പോ വരും ചോദിച്ചു. ഇപ്പൊ ചാന്ദിനി ചേച്ചി ഭയങ്കര സഹിക്കുന്ന ഒരു കൂട്ടാണെങ്കിൽ ഇവിടെ ഒരു മുഷിന്റെ ഭർത്താവ് ഈ അദ്ദേഹമാണ് ഇങ്ങനെ നമ്മളെങ്ങനെ സഹിപ്പിക്കുന്നത് അല്ലേ? ശരിക്കും റിയൽ ലൈഫ് ഒരു ഹസ്ബൻഡ് ആണോ? അല്ല. ഇതൊക്കെ കണ്ട ആരെങ്കിലും പെണ്ണ് തരുമോ? റിയൽ ക്യാരക്ടർ ഇങ്ങനെയാന്ന് ആരെങ്കിലും വിചാരിക്കോ? അല്ല, പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഇതെന്റെ ഹസ്ബൻഡ് ആണെന്നുള്ളത്. കണ്ടങ്ങനെ തോന്നുന്നു. ഇപ്പൊ നിൽക്കുന്നതിനാണ് ബ്ലാക്കും. അല്ല, ഈ മെസ്സേജ് ആയിട്ട് ഞാൻ കുഞ്ഞിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ഹസ്ബൻഡ് ഞാൻ കുഞ്ഞിനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ഞൻ വന്നിട്ടുണ്ട്, ഒന്ന് വന്ന് എടുത്തിട്ട് പോകാൻ പറ്റുമോ? ഞാൻ ഫ്രീ ആയിട്ട് പോയിട്ടല്ലേ? എനിക്ക് വേണ്ട. ഇപ്പൊ ഈ സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് കൊടുത്തിട്ട് ആരെങ്കിലും ഏട്ടനെ കാണുമ്പോ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ കാണുമ്പോ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അവസ്ഥ ഇങ്ങനെയാണ്? ഒരുപാട് പേര് ഇപ്പം ഡെലിവറി ബോയ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത ഷൂട്ട് എല്ലാ ഞായറാഴ്ച ആയിരുന്നു ഒരു ഷൂട്ട് വരുന്നത്. അപ്പം ഡെലിവറി ബോയ്സ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്ത് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു പയ്യനെ ഇങ്ങനെ ചേസ് ചെയ്ത് പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ കണ്ണൊക്കെ നിറങ്ങി ഓർമ്മയുണ്ട് ഇവിടെ വെച്ചിട്ട്. നമ്മള് ഈ സംഭവത്തിന് ആൾക്കാർ അവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിച്ചു. ഡാർക്ക് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ എപ്പിസോഡ് ചെയ്തിട്ട് എനിക്ക് എത്ര മെസ്സേജ് അറിയാം. പക്ഷെ അത് കുറെ പേര് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. കളറിനോടുള്ളതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്, അതായത് എനിക്ക് പേഴ്സണലി അറിയുന്ന, ഞാൻ ചിന്തിക്കാതെ കുറെ ഞാൻ ആന്റി എന്നൊക്കെ വിളിക്കുന്ന ആന്റീസ് ആയാലും കുറെ പേര്, എനിക്ക് അറിയുന്ന കുറെ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പല സ്റ്റേജിൽ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത് എന്നുള്ളത്. മിക്കവാറും ഫാമിലി എപ്പിസോഡ്സ് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും മിനിമം ഒരു 10 പേരെങ്കിലും പറയാം ഇത് ഞങ്ങളുടെ അറിയുന്ന ഒരാളുടെ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തതാണ്, അങ്ങനെ അത് പറയാറുണ്ട്. മിക്കവാറും ഏതെങ്കിലും സ്റ്റോറിയിൽ എവിടെയെങ്കിലും ഒക്കെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാം. ഇഷ്ടം പോലെ സത്യമായിട്ടുണ്ട്. ഇപ്പൊ ഈ മെസ്സേജിന് പറയുകയാണെങ്കിൽ ഏട്ടനെ ഞാൻ അധികം കാണുന്ന ലാസ്റ്റിൽ വന്നിട്ട് ഒരു ഉപദേശം തന്നിട്ട് പോകുന്ന ഒരാള് അല്ലെ? ഇപ്പൊ നമ്മൾ ഉപദേശത്തെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ആളുകൾക്ക് ഉപദേശം കേൾക്കാൻ വലിയ ഇഷ്ടമില്ല. ഏറ്റവും എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഈഗോ എന്ന് പറഞ്ഞൊരു എപ്പിസോഡ്, ആ എപ്പിസോഡില് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കല്യാണം കഴിക്കുന്ന, അതായത് പുറത്തുനിന്ന് കല്യാണം കഴിച്ചു, അതായത് അച്ഛന്റെ ഒന്നും ഇഷ്ടമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു പെൺകുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ആ ഈഗോ കാരണം നിങ്ങളുടെ മോളോട്ട് തിരിച്ചു വിളിക്കാതിരിക്കുക, അതൊക്കെ ചെയ്യുന്ന ഒരുപാട് പാരന്റ്സ് ഇല്ലേ. അപ്പൊ അത്തരം ഒരു പാരന്റ് 14 വർഷമായിട്ട് ജീവിതത്തിൽ സംസാരിക്കാത്തവര് ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം മകളെ വിളിച്ചു എന്ന് പറയുന്നത് നമ്മളെ വിളിച്ചു. അതായത് ഞങ്ങളുടെ കുടുംബം ചേരാൻ അതിനൊരു കാരണമായി ആ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളെ വിളിച്ചു പറഞ്ഞു. 14 വർഷത്തിന് ശേഷം എന്റെ അച്ഛൻ എന്നെ വിളിച്ചു. അപ്പൊ അത്രയും വലിയ, നമ്മൾ ചെറിയൊരു ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കണ്ടന്റ് ആണ്, പക്ഷെ അത് ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്ക് അൺഇമാജിനബിൾ ആണ്. അപ്പൊ അതുപോലെ ഒരു അമ്മ വിളിച്ച ഒരു സംഭവം ഉണ്ട്. അതായത് നമ്മള് മകന് ഫോണുണ്ട്, പക്ഷെ എന്റെ ഫോണിൽ ആരും വിളിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ആ ഒരു കോണ്ടന്റ് നമ്മൾ ഇട്ടായിരുന്നു. അപ്പൊ അത് ഇട്ടപ്പോഴത്തേക്കും ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ലാസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് മോനെന്ന് വിളിച്ചോട്ടെ, എന്നെ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാൻ ആരുമില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള, അതായത് അത്രയ്ക്ക് ഡീപ്ലി ആണ് ഓരോ മെസ്സേജുകളും ആൾക്കാരുടെ മനസ്സിലേക്ക് കണക്ട് ആവുന്നത്. അപ്പൊ അതുപോലെ പാരന്റ്സിനെ തിരിച്ചു വിളിക്കുന്നവരുണ്ട്, അതായത് കൂടുതൽ പാരന്റ്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ചിന്തിച്ചവരുണ്ട്. പ്രവാസികളായിട്ടുള്ള ആൾക്കാർ കൂടുതൽ, അതായത് ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നവരെ തിരിച്ചു വിളിക്കുക. അങ്ങനെ ഓരോ ഷോർട്ട് ഫിലിമും ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പീരീഡ്സിന് വന്ന സമയത്ത് അതുപോലെയായിരുന്നു. വാട്ട് മെൻ ഷുഡ് നോ എന്ന് പറഞ്ഞ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ച, പുള്ളിക്കാരിക്ക് അവർ രണ്ടുപേരും പുറത്താണ്, കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആ സമയം കൊണ്ടായിട്ടുള്ളൂ. പുള്ളിക്കാരി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ആദ്യമായിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ടതിന് ശേഷം ആദ്യമായിട്ട് പുള്ളി ആ ഒരു ടൈമിൽ എനിക്കൊരു കെയർ തന്നു. ഒരുപാട് ഈ പറഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ മെസ്സേജസ് ഒരുപാട് സ്ഥലങ്ങളിൽ. നമ്മുടെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്ന സാധനം അത് ഒരുപാട് ഒരു ഇമ്പാക്ട് എത്രമാത്രം ഹ്യൂജ് ആണെന്ന് പറഞ്ഞാല് അതിനെ പറ്റി ഒരു ബുക്ക് എഴുതി, അത് ആക്ച്വലി നമ്മള് ഇദ്ദേഹം എന്ന് പറയുന്ന അവരുടെ ഇനിഷ്യേറ്റീവ് ആയിട്ട് ഏകദേശം തമിഴ്നാട്ടിലെ ഒട്ടുമിക്കാൽ സ്കൂളുകളും ഈ പുസ്തകം ഗുഡ് ടച്ച് ബാഡ് ടച്ച് നമ്മുടെ ആ ഷോർട്ട് ഫിലിമിനെ ഒരു ബുക്കാക്കി കുട്ടികൾക്ക് അത് ഇംഗ്ലീഷിലും തമിഴിലും കൊടുത്തു.
അപ്പൊ അതൊരു ഒരു ഇത്രയും പേര് ഏകദേശം 40,000 കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടാക്കാൻ അതിലൂടെ ആ വീഡിയോ മാത്രം 4.5 മില്യൺ അടുപ്പിച്ച് യൂട്യൂബിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമ്മളൊരു ഗ്ലോബൽ ലെവൽ, അത് പല പല ഭാഷയിലുള്ള, അതായത് രാജസ്ഥാനിലും പല പല സംസ്ഥാനങ്ങൾ, അതായത് മലയാളം സ്പീക്കിംഗ് അല്ലാത്ത സ്ഥലങ്ങളിൽ പോലും സബ് ടൈറ്റിൽ വെച്ച് ഈ വീഡിയോസ് ഇട്ട് സ്കൂളുകളിൽ കാണിക്കുകയുണ്ട്. അത് മാത്രമല്ല, എന്റെ കൊച്ചുമോളാണ് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചില്. അവള് ഹൈദരാബാദിൽ അവളെ തിരിച്ചറിഞ്ഞു അവിടുത്തെ പിള്ളേര്. ഇവിടെ ഒരു വൈഫ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്, ആ പുള്ളിക്കാരന്റെ അടുത്ത് ഇരിക്കായിട്ടാണോ? ഇരിക്കായിട്ടാണോ? ഇപ്പൊ എങ്ങനെയാ നിങ്ങളുടെയൊക്കെ ഫാമിലി എന്ന് വരുന്ന സപ്പോർട്ടൊക്കെ? സപ്പോർട്ടീവ് ആണ്. ഞാനിപ്പോ എറണാകുളത്ത് നിന്നാണ്. ഡോക്ടറാണ് കേട്ടോ അല്ലേ? ഇതൊരു ഡോക്ടറാണ്, ഇതൊരു ഡോക്ടറാണ്. നിങ്ങൾക്കപ്പോ ഈ പേഷ്യൻസ് ഒക്കെ വരുമ്പോ ചോദിക്കാറുണ്ടോ? പല്ലൊക്കെ പറിക്കുമ്പോ പല്ലൊക്കെ പറിച്ചു ചോദിക്കുമ്പോ നിങ്ങളല്ലേ അത് അങ്ങനെ ചോദിക്കലുണ്ടോ? തിരിച്ചറിയാറുണ്ട്, സന്തോഷമുണ്ട്. അല്ലാതെ തന്നെ ഫേമസ് ആണ് അല്ലേ? ഓക്കെ, ഇനി ഞാനൊരു റൗണ്ടിലേക്ക് പോട്ടെ. കൂടുതൽ അരി പെറുപ്പിക്കുന്നത് ആരാണ്? അതായത് നിങ്ങളുടെ ഭാഷയിൽ കൂടുതൽ കഞ്ഞി വെക്കുന്നത് ആരാ? ആരെവിടെ കഞ്ഞി കൂടുതൽ ഉണ്ടാക്കുന്ന ആള്? രണ്ടു മൂന്ന് സീനെ കൊടുക്കാറുള്ളൂ, അതിന്റെ കഞ്ഞി വെപ്പാ. പരാതിയില്ല, അറിയാം. നമ്മുടെ ഫുഡ് ആൻഡ് ബിവറേജ് ഡിപ്പാർട്ട്മെന്റ് ആണ് സന്തോഷിപ്പിച്ച് ഇവിടെ എല്ലാവർക്കും സമയത്ത് ഫുഡ് എത്തിക്കുക. എനിക്ക് മനസ്സിലായി എത്ര ഒരു സ്നേഹനിധിയായ അച്ഛൻ. പറയാതെ പറ്റൂല. അങ്കിളുടെ ഒരു ഷേക്ക് ഉണ്ട്, അത് മാത്രം ഇത് സാധനം വെച്ചില്ല കേട്ടോ. അല്ല, എനിക്ക് തൊണ്ടയ്ക്ക് ഇപ്പൊ മാറി, നമ്മുടെ ഇപ്പൊ എനിക്ക് മാറി. അതുവരെ എനിക്ക് അങ്കിള് കൊണ്ടുവന്ന് തന്നത് നൈസ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഏറ്റവും കൂടുതൽ കഞ്ഞി വെക്കുന്നത് ഒരു കാര്യം കൂടെ അതിൽ പറയാനുണ്ട്. ഞങ്ങളെല്ലാരെയും കഴിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെയും ഇരുന്നാൽ പോലും കഴിക്കെന്ന് പറഞ്ഞ് ആ കഴിപ്പിച്ചിട്ട് വീട് പോലെ തന്നെ കഴിപ്പിച്ചു. ഞങ്ങള് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ ലൊക്കേഷനിലാണ് വരുന്നതിന് ഫീൽ ഒന്നും, കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവിടെ ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, കസിൻസ് ഉണ്ട്. ആ ഒരു ഫീലാണ്. കാരണം വന്നു കഴിഞ്ഞാൽ അങ്കിള് പിന്നെ ഭാര്യമാരുണ്ട്, ഫുഡിന് മാത്രം. അങ്കിള് ഇവിടെ ആന്റി ഇല്ലാത്തോണ്ടാണോ? നമ്മുടെ ഒരു ആന്റി ഇവിടെ മിസ്സിംഗ് ആ, എവിടെ പോയി? ഒരു ആന്റി കൂടി ഉണ്ട്. ഈ ആന്റിനെ പോലെ തന്നെ ഒരു ആന്റി ഉണ്ട്. ഞാൻ പറഞ്ഞ അങ്കിളിനെ പോലെ തന്നെ ഉണ്ട് കാണാൻ. ഹസ്ബൻഡ് വൈഫോ എന്ന് പറയില്ല, ബ്രദറും സിസ്റ്ററും ഒക്കെ തോന്നുന്നു. എവിടെ പോയി ആന്റി? ഇവിടെ എന്ത് പറ്റി? ഞാൻ ഇന്റർവ്യൂല് വരുന്ന വരാതിരുന്നാണോ? അല്ലെങ്കിൽ തീരെ വരില്ലായിരുന്നു. ഒറ്റ ടൈക്കില് വിസ്മയം തീർക്കുന്നത് ആരാ? ഒരു വിസ്മയം തന്നെ ഉണ്ടാക്കൂ. ഉദ്ദേശിക്കുന്ന എന്താ? അരുണും ജയറാം ആക്ച്വലി അവര് നമുക്ക് വേണ്ട എന്താണെന്നുള്ളത് ഒരു സംഭവം പറഞ്ഞു കൊടുത്താൽ തന്നെ അങ്ങ് ചെയ്യും. രണ്ടുപേരും കറക്റ്റ് ആയിട്ട് പറ്റിപ്പോയി. ഇനി ഷൂട്ടിംഗ് സെറ്റിൽ എപ്പോഴും ലേറ്റ് ആയി വരുന്നത് ആരാ? എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വിളിച്ചാൽ ഞാൻ കിള്ളിപ്പാലം എത്തിയാണ്. ഞാൻ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡയലോഗ് മാറി പഠിച്ചു വന്നിട്ട് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? സ്വന്തം ഡയലോഗ് മാത്രം പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ, സ്വന്തം ഡയലോഗ് മാത്രം പഠിച്ചിട്ട് വരുന്ന ഒരാൾ. അവിടെ തൊട്ടടുത്തുണ്ട്. അതായത് എല്ലാവരും ഡയലോഗ് അയച്ചു കൊടുക്കുമല്ലോ, തലേ ദിവസം എല്ലാവർക്കും ഡയലോഗ് അയച്ചു കൊടുക്കും. ഒരാളുടെ ഡയലോഗ് മാത്രം പഠിക്കും, മറ്റേ അറ്റം എന്താണ് വാലെന്താണെന്ന് അറിയില്ല. സ്വന്തം ഡയലോഗ് എല്ലാം വൃത്തിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ എവിടെ പറയണമെന്ന് അറിഞ്ഞൂടെ? അറിയില്ല. നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ആർക്കാ? ജയറാമിന് അരുണാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ ജയറാമിന് പിന്നെ വിനയ്ക്ക് വരാറുണ്ട്. പിന്നെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ അങ്ങനെ എടുത്തു പറയാൻ അമ്മമാർക്കുണ്ട് ഭയങ്കര ഫാൻസ്. എന്റെ അമ്മമാര് 2 അമ്മമാർക്കും ഭയങ്കര ഫാൻസ് ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോ അമ്മയെ പോകുമ്പോ തന്നെ ആൾക്കാർ വിളിച്ചോണ്ട് പോകും. സെൽഫി അതുകൊണ്ട് ആന്റി കൊണ്ടുപോകാറില്ല.
അതിന് ആന്റി ഇവിടെ വരാറില്ലടാ, എവിടെയെങ്കിലും വിളിച്ചാൽ വരാറില്ല. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മള് മാളിൽ പോകാൻ പറഞ്ഞാൽ അവർക്ക് നടക്കാൻ വയ്യ, അതുകൊണ്ട് വരില്ല. ആര് അങ്ങനെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത്? ആഹാ, ഷോർട്ട് ഫിലിം അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് പറയും? ചിലരൊക്കെ വന്ന് പോയി, ഞാൻ അത്ര മതി, നല്ലത് കുറച്ച് മതി എന്നാ പറഞ്ഞ അല്ലേ? മെട്രോയിൽ വെച്ച് 2 പ്രാവശ്യം മെട്രോയിൽ വെച്ച് ഒരു ഫാമിലി ഒന്ന് സെൽഫി ഒക്കെ എടുത്തു. ഗുരുവായൂർ വെച്ച് കല്യാണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തിരക്കില്ല, കല്യാണം പെണ്ണിനൊന്നും ആരും നോക്കുന്നില്ല. 1 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും അതൊരു ഭയങ്കര ഒരു അംഗീകാരമാണ്. പിന്നെ അല്ലാതെ അല്ലേ? പിന്നെ നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ കമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ ആണെങ്കിൽ എന്റെ ബോസ് ഇവിടെ മീൻസ് സർജൻ ഇവിടെ ഉണ്ട്. പേഷ്യൻസ് ആണെങ്കിൽ സൈഡിൽ നിന്ന് മാം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഹസ്ബൻഡോട് പറയണേ, ഇങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയണേ പേഷ്യൻസ് ഒക്കെ അല്ലേ? അടുത്ത മാസം പറഞ്ഞു. അടുത്ത മാസം പോലും പെട്ടെന്ന് ദേഷ്യം വരുന്നതാർക്കാ? ഞാൻ ദേഷ്യപ്പെട്ടാലോ? അതെ, കപ്പിത്താനാണ് ഈ അല്ല ദേഷ്യക്കുറവാണ്. ദേഷ്യം ഇല്ലേ? ഇവിടെ അങ്ങനെ ദേഷ്യപ്പെടുന്ന ആൾക്കാരില്ല. പിന്നെ ഞാൻ കുറെ ടേക്ക് പോകുമ്പോഴത്തേക്കും പഠിച്ചുകൊണ്ടൊക്കെ വന്നു സ്വാഭാവികം. അങ്ങനെ അതായത് അത് ബേസിക്കലി പറയുന്നതുമില്ല, ദേഷ്യപ്പെടുന്നതല്ല. ബേസിക്കലി ഞാൻ എന്തുകൊണ്ടാണ് അപ്പം നമ്മള് ഒരുപാട് ടേക്ക് പോകുമ്പോ ഇവരുടെ കോൺസെൻട്രേഷൻ പോകും. പിന്നെ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചൊക്കെ ഇരിക്കും, ഇത് ശരിയാവോ എന്നുള്ള പേടി വരും. അപ്പോഴൊക്കെ നമ്മൾ പറയും കുറച്ച് ഇത് ഇവിടെ നിൽക്കുക, ഈ സംഭവങ്ങളെ ചിന്തിക്കുക, നമ്മൾ നിങ്ങൾ എത്രയോ പേര് കാണാൻ പോകുന്നതാണെന്ന് കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ദേഷ്യം വരുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തെറ്റിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യാതെ കളി അടിച്ചോണ്ടിരിക്കുമ്പോഴോ കൗണ്ടർ അടിക്കുമ്പോഴൊക്കെയാണല്ലോ ദേഷ്യം വരേണ്ടത്. ഇവിടെ പക്ഷെ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് തന്നെ അവനാണ്. അപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റോള് തന്നിട്ട് അത് കോമഡി ആയിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് വേറെ ഒന്നുണ്ടല്ലോ. നമ്മള് പിന്നെ കേക്കൊക്കെ ചിലപ്പോ 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് പോയാലും വേണ്ടത് തന്നെ എടുക്കുള്ളൂ. അതെ, അങ്ങനെയുണ്ട്. ഈ സംഭവങ്ങളല്ല ഷൂട്ടിങ്ങിൽ കോമഡി നടക്കും കേട്ടോ. സീരിയസ് ആയിട്ട് സംഭവങ്ങളൊക്കെ ഇതേപോലെ ഒരു ഭയങ്കര പഞ്ച് ഡയലോഗ് അടിച്ച് ജയറാമിന്റെ അടുത്ത് പഞ്ച് ഡയലോഗ് അടിച്ച് എന്തൊക്കെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലോട്ട് പോണ സീനാണ്. അടുക്കളയുടെ വാതിൽ അപ്പുറത്ത് ഇടിച്ച് കളങ്ങി ബൗൺസ് ആയി പോയി. നിങ്ങൾ ശരിക്കും ഒരുപാട് ഫൺ കൊറേ ഉണ്ടാവുമല്ലോ. നല്ല ഡെയിലി ഇവിടെ ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ എടുക്കുന്നത് സെന്റി സീനായിരിക്കും. ഇവിടെ കിടന്ന് അത്രയും നേരം നിങ്ങൾ ഇടയ്ക്ക് ബ്ലൂപ്പേഴ്സ് ഇടുമ്പോൾ കാണാം. ഇവിടെ ഫുൾ കരച്ചിലിന് അവിടെ ചിരിയാണ്. ആക്ഷൻ പറയുമ്പോ എല്ലാരും ആ എക്സ്പ്രഷനിലോട്ട് വരും. നിങ്ങൾ ഭയങ്കരമായ നടന്മാരും നടിമാരും പോലെ ചിരിച്ചോണ്ടിരിക്കുമ്പോ അത് നമ്മൾ കേട്ടിട്ടുള്ള വലിയ വലിയ നടന്മാരെയൊക്കെയാ മമ്മൂക്ക ലാലേട്ടനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ക്യാമറ ഓൺ ചെയ്ത അവരല്ലാതെ അതുപോലെ പോരെ എന്റെ ഭാഗത്ത് ഇത്രയും പോരെ? രാത്രി അടിക്കൂലായിരിക്കും എന്റെ. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഇനിയും ഒരുപാട് കണ്ടന്റുകളുമായിട്ട് നമുക്ക് ഇനിയും കാണണം. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എല്ലാവരും. നിങ്ങൾ ഓൾറെഡി വലിയ ഉയരത്തിലാണല്ലോ, ഞാൻ മാത്രമാണ് ഇപ്പൊ കുറച്ച് ഉയരം കുറവായി നിൽക്കുന്നത്. ഇല്ല, അപ്പൊ എന്താ പറയാ, എല്ലാവരോടും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.